ഹലോ ഒരുപാട് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും KCB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും തന്നെ പൊതുവെ ഈ പറയുന്ന PSC എക്സാമിനേഷൻസിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം 2025 അവസാനത്തോടു കൂടി തന്നെ വന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് PSC എക്സാമിനേഷൻസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് 2026 ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഭാവി തീരുമാനിക്കാൻ വേണ്ടി പോകുന്ന എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് 2026 ഒരു സെറ്റ് ഓഫ് ഈ നോട്ടിഫിക്കേഷൻസ് ഈ പറയുന്ന 2025 അവസാനത്തോടു കൂടി തന്നെ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ പറയുന്ന എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SPCID ഒക്കെ ഒരുപാട് നാൾ മുമ്പ് വിളിച്ചതാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതേപോലെ കമ്പനി ബോർഡ് എലിജിയസ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെക്കോ, അല്ല ഇതെല്ലാം പ്രധാനമായിട്ടും വന്നിട്ടുണ്ടാകുന്ന കുറച്ച് എക്സാമിനേഷൻസ് ആണ്. കൂടാതെ ഒരുപാട് ഈ പറയുന്ന കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് അങ്ങനെ ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്യുന്നു. ഈ പറയുന്ന പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ്, അല്ലെ ബീറ്റ് ഫോറസ്റ്റ്, അങ്ങനെ ഒരുപാട് എക്സാമിനേഷൻസ് നോട്ടിഫിക്കേഷൻ വന്ന സമയം കൂടിയാണ് 2026 എന്ന് പറയുന്നത്. 2025 അവസാനം എന്ന് പറയുന്നത്. 2026 കടക്കുകയാണെങ്കിൽ നമ്മൾ 2025 കാത്തിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് എക്സാമിന് നോട്ടിഫിക്കേഷൻസിന്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്ന വർഷം 2026 എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതോടൊപ്പം തന്നെ അത് മാത്രമാണ് പ്രത്യേകത അല്ല, 2026 മറ്റു പ്രത്യേകതയും കൂടി ഉണ്ട്. അതായത് പുതുതായിട്ട് PSC എന്ന് പറയുന്ന മേഖലയിലേക്ക് കടന്നു വരുന്ന ഉദ്യോഗാർത്ഥിക്ക് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ 2026 വരാൻ വേണ്ടി പോകുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഏതെല്ലാമാണെന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഡിഗ്രിയുടെ പരീക്ഷകളായിക്കോട്ടെ മറ്റു പരീക്ഷകളായിക്കോട്ടെ ഈ പറയുന്ന ജൂൺ മാസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. 3 സ്റ്റേജുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡിഗ്രിയുടെ പരീക്ഷകൾ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലീസിന്റെയും അതേപോലെ തന്നെ നമ്മുടെ VFAയുടെ ബെക്കോയുടെ എക്സാമിനേഷൻസ് ഞാൻ പുറകെ ആയിട്ട് എന്ത് ചെയ്യും നടക്കും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എനിക്ക് എന്ത് ചെയ്യാം, പുതുതായിട്ട് വരുന്ന ഒരു ഉദ്യോഗത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന PSC തന്നെ ഫോക്കസ് ചെയ്തിരുന്നു, അത് തന്നെയാണ് എന്റെ ജീവിത മാർഗമെന്ന് അല്ലെങ്കിൽ അത് തന്നെയാണ് എന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അവന്റെ മുന്നിൽ വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും എന്ത് ചെയ്യും, അവരത് ശ്രദ്ധയോട് കൂടി തന്നെ കേട്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ 2026 വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ഏതെല്ലാമാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് 10th ലെവലിൽ നിന്നാണ്. 10th ലെവൽ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന LDC, വേരിയസ് LDC ആണ്. അതായത് ഈ പറയുന്ന 10ഉം +2 ഡിഗ്രി ഒക്കെ ഉള്ളവർ തന്നെ എല്ലാവരും ഈ പറയുന്ന രീതി എന്ത് എഴുതും, ഈ പറയുന്ന LDC പരീക്ഷകൾ എഴുതും എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നാണ് ഈ പറയുന്ന LGS, വേരിയസ് LGS എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ പറയുന്ന ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികളെ പൊതുവെ എന്ത് ചെയ്യത്തില്ല, എഴുതാൻ പറ്റാത്ത ഒരു എക്സാമിനേഷൻ കൂടിയാണ് LGS. അപ്പം കമ്പാരിറ്റീവ്ലി നമ്മൾ LDC നോക്കുകയാണെങ്കിൽ നല്ലൊരു സെറ്റ് ഓഫ് ആളുകളുടെ എന്ത് ചെയ്യും ഈ പറയുന്ന കോമ്പറ്റീഷൻസ് അവിടെ കാണും. ഡിഗ്രി ലെവൽ പഠിക്കുന്നവരും +2ഉം അതേപോലെ തന്നെ 10 ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ അവരെന്ത് ചെയ്യും, ഫോക്കസ് ചെയ്തിരുന്ന നോക്കുന്ന എക്സാമിനേഷനാണ് LDC എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ അകത്തുണ്ട്. അതേപോലെ പാവപ്പെട്ട IAS എന്നൊക്കെ പറയുന്ന എക്സാമിനേഷൻ കൂടിയാണത്. LGS നോക്കുകയാണെങ്കിൽ LGS എക്സാമിനേഷൻ പ്രത്യേകം പറഞ്ഞാൽ ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പറഞ്ഞ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എഴുതാൻ വേണ്ടി പറ്റാത്ത എക്സാമിനേഷൻ LGS. അപ്പൊ പൊതുവെ കമ്പാരിറ്റീവ്ലി എന്ത് ചെയ്യും ഈ പറയുന്ന രീതിയിൽ എഴുതുന്ന ആളുകളുടെ എണ്ണം LDC വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് കുറവായിരിക്കും. പിന്നെ മറ്റൊന്നാണ് വരുന്നത് ഈ പറയുന്ന ഗവൺമെന്റ് സെക്രട്ടറിയിലും മറ്റുമായിട്ട് വരുന്ന ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊന്നാണ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്. പ്രധാനമായിട്ട് ടൈപ്പിംഗ് ഒക്കെ അറിയാവുന്ന ആളുകൾക്ക് ഇച്ചിരി കൂടെ എന്ത് ചെയ്യുന്നത് ഗുണമായിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ലാബ് അസിസ്റ്റന്റ് ഒക്കെ എന്ത് ചെയ്യുന്നത് 10th ലെവൽ പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി വരാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. 12th ലെവൽ പരീക്ഷകളാണെങ്കിൽ എല്ലാ വർഷവും വിളിക്കുന്ന പോലെ തന്നെ CPOs വിവിധ ബറ്റാലിയനിലായിട്ട് കേരളത്തിലെ വിവിധ ബറ്റാലിയനിലായിട്ടുള്ള CPOs ഈ പറയുന്ന പോലീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാ വർഷവും വിളിക്കുന്ന പോലെ തന്നെ നമ്മുടെ 2026 വിളിക്കുന്നതായിരിക്കും. CPOs, വുമൺ CPOയെ, ഫയർമാൻ, അതായത് നമ്മുടെ ഫയർ റെസ്ക്യൂ സർവീസിലേക്കുള്ളത്, ഫയർ വുമൺ, സിവിൽ എക്സൈസ് ഓഫീസറാണ് CEO എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ എക്സൈസ് വിഭാഗത്തിലേക്കുള്ള ഈ സിവിൽ എക്സൈസ് ഓഫീസറും വുമൺ സിവിൽ എക്സൈസ് ഓഫീസറുമാണ് എന്ത് ചെയ്യുന്നത് 12th ലെവൽ നോക്കുകയാണെങ്കിൽ. അതായത് +2 വിദ്യാഭ്യാസം, +2 കഴിഞ്ഞതിന് ശേഷം ഒരു സർക്കാർ ജോലി മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് നോട്ട് ചെയ്ത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പരീക്ഷയും കൂടിയാണ്. ഡിഗ്രി ലെവൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യമുള്ള ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എല്ലാം തന്നെ ഈ വർഷം നടന്ന് കഴിയും, അല്ലേ? എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, SPCID ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആയിക്കോട്ടെ, അങ്ങനെ പറയുന്ന ഏറെക്കുറെയുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം 2025 വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ എക്സാമിനേഷൻ 2026 എന്ത് ചെയ്യും നടക്കും. പിന്നെ ഉള്ള കുറച്ച് എക്സാമിനേഷൻ എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടർ ഏറെക്കുറെ എല്ലാ വർഷങ്ങളും വിളിക്കുന്നതാണ് സബ് ഇൻസ്പെക്ടർ. പിന്നെ ഒന്നാണ് ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ LSGDസിലേക്കുള്ള സെക്രട്ടറി വിഭാഗത്തിലേക്കുള്ള എക്സാമിനേഷൻസ് അത്യാവശ്യം നല്ല ആളുകളൊക്കെ എഴുതുന്ന ഒരു പരീക്ഷയും കൂടിയാണെന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏജ് ആണ്. അതായത് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഏജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 40 വയസ്സായിട്ട് എന്ത് ചെയ്തിരുന്നു പ്രായപരിധി ഉയർത്തിയിട്ടുള്ളത് BS, അല്ലേ? അതുമായി ബന്ധപ്പെട്ട ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത് സർക്കാരിന്റെ വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നത്. അതായത് PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി 40 ഉയർത്തി എന്നുള്ളതായിരുന്നു,
അല്ലെ അതോടെ ബന്ധപ്പെട്ട് ജനറൽ വിഭാഗത്തിന് 2/1/86 മുതലും OBCക്ക് 2/1/1983 മുതലും SC/STക്ക് 2/1/1981 മുതലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പൊതുവെ ഈ പറയുന്ന പരീക്ഷകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഒരുപാട് പേര് ഈ പറയുന്ന PSC എന്ന സ്വപ്നം ഒരു ഏജ് ഓവർ ആയ എന്നുള്ളൊരു ഒറ്റ കാരണത്താൽ നിർത്തിയിട്ട് പോയവരും എന്ത് കാണും 2024 വരുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ കോമ്പി ചെയ്യാൻ വേണ്ടി കാണുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് പേർ പ്രതീക്ഷയാണ്, ഒരുപാട് പേർ ഈ പറയുന്ന എന്താണ് ഒരു ഫോക്കസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്രീമും കൂടിയാണ് ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയിരിക്കുന്ന ഉദ്യോഗത്തെ സംബന്ധിച്ചാണെങ്കിൽ അവൻ എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പണ്ടത്തെ കുട്ടി ഈ പറയുന്ന രീതിയിൽ എന്താണ് റാങ്ക് ലിസ്റ്റ് വരികയെന്നുള്ളതോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ആദ്യത്തെ എന്താണ് ഒരു റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതിൽ എവിടെയെങ്കിലും വരിക എന്നുള്ളതല്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ വളരെ നമ്മുടെ മുന്നിലുള്ള ഒരു എന്താണ് ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. കാരണം റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാൽ നമുക്ക് ജോലി കിട്ടാൻ ഒരു സാധ്യത വളരെ കുറവാണ്. റാങ്ക് ലിസ്റ്റിൽ പേര് വരിക എന്നുള്ളതല്ല, റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ വരിക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യേണ്ടത് അല്ലേ? റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുന്നിൽ വരിക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലെ? അപ്പൊ അതേപോലെ തന്നെ ഞാൻ അവിടെ വന്നിട്ടുള്ളത് ഈ പറയുന്ന രീതിയിൽ മോട്ടിവേഷൻ തരാനോ മറ്റൊന്നുമല്ല, നിങ്ങളെ ഈ പറയുന്ന കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. മോട്ടിവേഷൻ എന്നുള്ള സംവിധാനം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു പുഷ് തരാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ? പറയുന്ന ഒരാള് ഈ പറയുന്ന ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന ഒരു പ്രതീക്ഷ നൽകുക എന്നുള്ള മാത്രമേ അതിനെ കൂടെ സാധിക്കത്തുള്ളൂ. ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അതിനെ ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ആദ്യത്തെ വാക്കുകൾ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം അതിൻ്റെ ഈ പറയുന്ന നമ്മൾ പറയുന്ന മോട്ടിവേഷൻ ആയിക്കോട്ടെ മറ്റു വാക്കുകളായിക്കോട്ടെ അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് പ്രാവർത്തികമാകത്തുള്ളൂ. അതിനെ ഈ പറഞ്ഞ ഇത് പ്രവൃത്തിയിലേക്ക് മാറ്റുകയും അതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോവുകയും അതിലൂടെ വിജയത്തിലേക്ക് എത്തേണ്ടേ അല്ലെ എത്തിക്കുകയും ചെയ്യേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ നിക്ഷിപ്തമാണ്. അപ്പൊ നമ്മൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മുടെ വിജയം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഫേറ്റ് ആണ്. ലക്ക് എന്ന് പറഞ്ഞൊരു ഭാഗം ഓൾറെഡി അതിനകത്തുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ലക്കില്ലെന്ന് പറയുമെങ്കിലും പലരും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും ലക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറും കൂടിയാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പൊ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന ഇനിയും നിങ്ങൾ വൈകിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും പഠിച്ചു തുടങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരുപാട് പേര് നോക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ് മിഷൻ LDC പരീക്ഷകൾ എന്ന് പറയുന്നത്. 2027 നടക്കാൻ വേണ്ടി പോകുന്ന LDC പരീക്ഷ, കാരണം 2025 ഒരു റാങ്ക് ലിസ്റ്റ് വന്നത്, 2028 വരെയാണ് കാലാവധി. അപ്പൊ 2026 കൂടി നോട്ടിഫിക്കേഷൻ വന്നാൽ 2027 കൂടി പരീക്ഷ നടത്തി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലെ? 2028 കൂടി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ 2026 നോട്ടിഫിക്കേഷൻ വരണം. അപ്പൊ 2027 നടക്കാൻ വേണ്ടി പോകുന്ന LDC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് ഇവിടെ തുടങ്ങിയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രോപ്പർ ഗൈഡൻസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ കൂടെ നിങ്ങളുടെ യാത്ര ആരംഭിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യാനോ അതേപോലെ തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ഇതൊരു പുതിയ സ്റ്റാർട്ടായിട്ട്, ജീവിതത്തിൽ ഒരു പുതിയ സ്റ്റാർട്ടായിട്ട് കണക്കാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു ജോലി നേടിയെടുക്കുക എന്നുള്ളത് PSCയിലൂടെ തന്നെ ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഒരു ഗവൺമെന്റ് ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇനി ഈ പറയുന്ന രീതിയിൽ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാതെ നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കുക. പല വീഡിയോയിലൂടെ പോയി പറയുന്ന പല ഗോളുകൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓരോ വീഡിയോ വരുന്ന സമയങ്ങൾ ഓരോരുത്തർ ഓരോ ഗോൾ സെറ്റ് ചെയ്യും. ആദ്യം പോലീസ് ആണെങ്കിൽ പോലീസ് ആവണമെന്ന് വിചാരിക്കും. അതല്ല ഈ പറയുന്ന രീതിയിൽ LGS ആണെങ്കിൽ LGS, LDC ആണെങ്കിൽ LDC, അങ്ങനെ ഒരു ഗോൾ ആദ്യം സെറ്റ് ചെയ്യുക, ഗോളിലേക്ക് പ്രവർത്തിക്കുക, അത് നേടിയെടുക്കുക. ഓക്കെ, അത് നിങ്ങളെ കൊണ്ട് സാധിക്കും. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരൻ തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു, ബൈ.